ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിലെ പുതിയൊരു സംരംഭമാണ് BVM യൂത്ത് ബാങ്ക്. ഏത് തൊഴിലും ചെയ്യാൻ സന്നദ്ധതയുള്ള 1000-ഓളം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഇത്. സൂപ്പർ മാർക്കറ്റ്, ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, പെട്രോൾ പമ്പ്, ഹോസ്പിറ്റൽ, ഡെലിവറി സ്റ്റാഫ്, ടെക്സ്റ്റൈൽസ്, സിനിമാ തിയേറ്റർ, പേപ്പർ മാർട്ട്, ഇലക്ട്രിക്കൽ ഷോപ്പ്, ബേക്കറി, ഓഫീസുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, സംരംഭക സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ യൂത്ത് ബാങ്കുമായി ബന്ധപ്പെടുക. താൽക്കാലിക ഡ്രൈവർ, ഡിസൈനർ, ഫോട്ടോഗ്രാഫർ, കോംബയറിംഗ്, കാറ്ററിംഗ്, മിനി ക്വയർ, കൾച്ചറൽ പ്രോഗ്രാം എന്നിവയ്ക്കും ബന്ധപ്പെടാം. പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്താനും സർവേ നടത്തിക്കൊടുക്കാനും ഇവർ സന്നദ്ധരാണ്. പഠനത്തോടൊപ്പം തൊഴിൽ പരിചയം നേടാനും വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനുമാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. ഈയിടെ BVM ഹോളി ക്രോസ് കോളേജിൽ തുടങ്ങിയ ഒരു പുതിയ സംരംഭമാണ് യൂത്ത് ബാങ്ക്. ഈ വർഷം മുതൽ കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഡിഗ്രി 4 വർഷമായിട്ട് മാറി. ഇത് പ്രധാനമായും ലോക നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സംരംഭകരായി കുട്ടികളെ മാറ്റുന്നതിനും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന ശുപാർശ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുവാനായിട്ടുള്ളൊരു സൗകര്യം കോളേജിൽ നിന്ന് ഒരുക്കി കൊടുക്കുന്നത്. രാവിലെ ക്ലാസ്, ഉച്ച കഴിഞ്ഞ് പാർട്ട് ടൈം ജോലി എന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് യൂത്ത് ബാങ്ക് തുടങ്ങുന്നത്. യൂത്ത് ബാങ്ക് എന്ന സങ്കല്പനം ഏത് തൊഴിലും ചെയ്യാൻ സന്നദ്ധതയുള്ള കുറേയേറെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കോളേജിൽ പഠിക്കുന്ന 1000-ഓളം കുട്ടികളിൽ നിന്ന് ഏതാണ്ട് 700 പേരോളം പാർട്ട് ടൈം ജോലി ആവശ്യമുണ്ട്, ചെയ്യാൻ സന്നദ്ധതയുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. ഈ കുട്ടികളുടെ കൂട്ടായ്മയാണ് യൂത്ത് ബാങ്ക്. മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒരു സൗകര്യം കുട്ടികൾക്ക് കൊടുക്കുന്നത് വിദേശത്തൊക്കെ പഠനത്തോടൊപ്പം ജോലിയുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിലും ഒരു ചെറിയ തോതിൽ കുട്ടികൾക്ക് തൊഴിൽ പരിചയപ്പെടുവാനും ചെറിയ വിധത്തിലാണെങ്കിലും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുവാനുമൊക്കെ സഹായകരമാകുന്ന വിധത്തിലാണ് ഈ യൂത്ത് ബാങ്ക് ഞങ്ങൾ സ്വരൂപിച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ ഏത് ജോലി ചെയ്യുവാനും ആളുകൾക്ക് മടിയില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ചത് കൊണ്ടാണോ അതോ അങ്ങനെ ഒരു തൊഴിൽ സംസ്കാരം വേണ്ട വിധത്തിൽ രൂപപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, വൈറ്റ് കോളർ ജോലികളാണ് നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഏത് തൊഴിലും മഹത്വമുള്ളതാണെന്നും അത് ചെയ്യാനായിട്ട് മടിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒന്ന് പെയിൻ്റ് അടിക്കാൻ പോവുക, അല്ലെങ്കിൽ കാട് വെട്ടുക, ഹോട്ടലിൽ പാത്രം കഴുകുക, അതൊക്കെ ഒരു താഴ്ന്ന ജോലിയായിട്ടാണ് ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഉള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കോളേജിൽ നിന്ന് കോളേജിൻ്റേതായ ഒരു പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ ചെല്ലുമ്പോൾ അവിടെ ഒരു നാണക്കേടിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല. ഒരു ഗ്രൂപ്പാണ് പലപ്പോഴും ഒന്നിച്ച് ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. കോളേജിൻ്റെ അഡ്രസ്സിലുമാണ്, അപ്പോൾ അധ്യാപകരുടെ മേൽനോട്ടത്തിലുമാണ്. അപ്പോൾ എല്ലാ ജോലിയും ചെയ്യാനായിട്ടുള്ള സന്നദ്ധതയും അതിനുള്ള ഒരു സാഹചര്യവുമെല്ലാം പൊതുവായി ചെയ്യുമ്പോഴുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. കാലക്രമേണ 1-2 വർഷത്തിനുള്ളിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഏത് തൊഴിലും നല്ലതാണെന്നും അത് മഹത്വമുള്ളതാണെന്നുമൊക്കെയുള്ള ഒരു വീണ്ടും വിചാരത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ ഇതിന് കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു, എല്ലാവർക്കും ഞങ്ങൾക്ക് ജോലി കൊടുക്കുവാനായിട്ട് കഴിയില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സംരംഭകരായി മാറുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന് ഏറ്റവും വേണ്ടത് എന്ന ശുപാർശ പുതിയ വിദ്യാഭ്യാസ നയത്തിനുണ്ട്. അതുകൊണ്ട് സംരംഭകർക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് കൂടി ഇത് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറുണ്ട്.
കുട്ടികൾ ഡിസൈൻ ചെയ്യുന്ന ചുരിദാർ, കുട്ടികൾ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് കുട്ടികൾക്ക് തന്നെ വിറ്റഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ED സ്റ്റോറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ഇതിനോടനുബന്ധിച്ച് സമാന്തരമായി ഞങ്ങൾ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം കൂടി ഇതിനോട് ഒപ്പം കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ ദശയിലാണ്. ഏതാനും നാളുകൾ കഴിയുമ്പോൾ കുട്ടികൾ കൂടുതൽ സംരംഭകരായി മാറും. അതിനുള്ള ഒരു സാഹചര്യം കൂടി കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നേഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ചെയ്തൊരു കാര്യം, ജർമ്മനിയിലെ നേഴ്സുമാർക്ക് വലിയ ഡിമാൻഡാണ്. ആവശ്യത്തിന് നേഴ്സുമാർ പല ഹോസ്പിറ്റലുകളിലും ഇല്ല. കാരണം ജർമ്മനിയിലുള്ള ആളുകളൊക്കെ കൂടുതലും പ്രായം ചെന്നവരാണ്. അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നേഴ്സുമാർ വളരെ കുറവാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് അനേകം നേഴ്സുമാർക്ക് അവിടെ ജോലി ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർ ജർമ്മൻ ഭാഷ പഠിക്കണം, B2 പാസ്സാകണം. എങ്കിൽ മാത്രമേ ഒരു നേഴ്സായി അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ചെന്നെത്തുന്നതിന് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ അവിടുത്തെ ആശുപത്രികൾ ഒരുക്കമാണ്, ആളില്ലാത്തതിൻ്റെ പേരിൽ. അങ്ങനെ ഞങ്ങൾക്കൊരു സ്പോൺസറെ കിട്ടിയതുകൊണ്ട് സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിപ്പിക്കുവാനും B2 വരെയുള്ള ഭാഷ പഠിപ്പിച്ച് അവർക്ക് പാസ്സാകുന്ന മുറയ്ക്ക് സൗജന്യമായി ജോലി മേടിച്ചു കൊടുക്കുവാനും വിസ ടിക്കറ്റ് സഹിതം അവരെ അവിടെ പ്ലേസ്ഡ് ആക്കുവാനുമുള്ളൊരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിച്ചപ്പോൾ അത് വൈറലായി. അനേകം ആളുകളത് കണ്ടു. 6000-ഓളം ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ നിന്ന് 80 കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയും അതിൻ്റെ ക്ലാസ്സുകൾ സെപ്റ്റംബർ 1-ാം തീയതി ഈ കോളേജിൽ വെച്ച് ആരംഭിക്കുകയുമാണ്. അവരുടെ കോച്ചിങ് ഫ്രീ ആണ്, താമസം ഫ്രീ ആണ്. ലോണൊക്കെ എടുത്ത് പഠിച്ച് കുട്ടികളുണ്ടാവും. അവർക്ക് ശമ്പളമില്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും മാസം 10,000 രൂപ വെച്ച് സ്കോളർഷിപ്പ് നൽകും. പാസ്സാകുന്ന കുട്ടികൾക്ക് ജർമ്മനിയിൽ ജോലിയും കൊടുക്കുന്നതാണ്.